നമസ്കാരം. കേരളത്തിന് പുറത്തു നിന്നുള്ള പല കൊലപാതക വാർത്തകളും അക്രമ സംഭവങ്ങളും ഒക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യാറുള്ളതാണ്. എന്നാൽ അത്തരം ചില സംഭവങ്ങൾ ഇപ്പോഴിതാ ഈ കേരളത്തിലും ആവർത്തിക്കുകയാണ്. കാസർഗോഡ് ഒരു 5 വയസ്സുകാരന് രണ്ടാനച്ഛനിൽ നിന്നും നേരിടേണ്ടി വന്നത് കൊടിയ മർദ്ദനങ്ങളാണ്. തിരുവനന്തപുരത്ത് നിന്നാകട്ടെ 1 വർഷം പക മനസ്സിൽ കൊണ്ടു നടന്ന ചില വിദ്യാർത്ഥികളുടെ വാർത്തയാണ് പുറത്തുവരുന്നത്. ആ പക ഒടുക്കം അവസാനിച്ചത് വലിയൊരു സംഘർഷത്തിലാണ്. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. കുഞ്ഞുങ്ങളോട് ക്രൂരത കാട്ടുന്ന പല മാതാപിതാക്കളുടെയും വാർത്തകൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. ഒന്നും അറിയാത്ത കുരുന്നുകളോട് ഇത്തരം ക്രൂരത കാട്ടുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നതൊക്കെ എന്നും ചർച്ചാ വിഷയമാകാറുമുള്ളതാണ്. അത്തരമൊരു ക്രൂരതയുടെ വാർത്തയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നും വരുന്നത്. അവിടെ ഒരു രണ്ടാനച്ഛൻ 5 വയസ്സുകാരനോട് കാട്ടിയത് കണ്ണില്ലാത്ത ക്രൂരതയാണ്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 1 വർഷം മുൻപ് നടന്ന തർക്കത്തിലുണ്ടായ പകയായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിലെ കാരണമെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. കുട്ടികൾ തമ്മിൽ നടന്ന ആക്രമണം മുതിർന്നവർ കൂടി ഏറ്റെടുത്തതോടെയാണ് സംഘർഷം കൂടുതൽ രൂക്ഷമായത്. തിരുവനന്തപുരം വർക്കലയിലാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് വർക്കല പണയിൽക്കടവ് പാലത്തിന് സമീപത്തായിരുന്നു ആക്രമണം നടന്നത്. ഏറ്റുമുട്ടലിന് പിന്നിലെ കാരണമാണ് അതിലും ഭയപ്പെടുത്തുന്നത്. 1 വർഷം മുൻപായിരുന്നു വക്കം സ്കൂളിലെ കുട്ടികൾ തമ്മിൽ സ്കൂളിൽ വെച്ച് അക്രമം നടക്കുന്നത്. അന്നത്തെ ആക്രമണത്തിന് പിന്നാലെ തന്നെ അത് പോലീസ് കേസ് ആവുകയും ചെയ്തിരുന്നു. അന്ന് കേസ് കൊടുത്തതിലെ വൈരാഗ്യമാണ് ഇന്ന് 1 വർഷം പിന്നിട്ടപ്പോഴും ഇത്തരമൊരു സംഘർഷമുണ്ടായതിന് പിന്നിലെ പ്രധാന കാരണം. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുമുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. കുട്ടികൾ തമ്മിൽ സ്കൂളിൽ നടന്ന ആക്രമണം മുതിർന്നവർ ഏറ്റെടുത്തതോടെയാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നത്. കത്തിയും മരക്കഷ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ചായിരുന്നു ഈ സംഘത്തിന്റെ ആക്രമണം. സംഭവത്തിന് പിന്നാലെ പരിസരവാസികളും നാട്ടുകാരുമൊക്കെ വലിയ ഭീതിയിലായി. ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് വാഹന ഗതാഗതം അടക്കം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ടായി. പ്രദേശത്ത് ലഹരി മാഫിയകളുടെ സാന്നിധ്യമുണ്ടോ എന്നും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. സംഘർഷത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികളെ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വക്കം സ്വദേശികളായ ബിന്യാനാസ്, ഹിഷാം ആഷിഖ്, മുഹമ്മദ് ഹിഷാം, വർക്കല അകത്തുമുറി സ്വദേശികളായ ആഷിദ്, ശ്രീരാമകൃഷ്ണൻ, സജിത്ത്, എബിൻ എന്നിവരെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. പൂനെയിൽ നിന്നാണ് മറ്റൊരു വാർത്ത വരുന്നത്. മകളെ അയൽപക്കത്തെ വീട്ടിൽ നോക്കാൻ ഏൽപ്പിച്ച് ജോലിക്ക് പോയ അമ്മ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന മകളെയാണ്. എന്താകും മണിക്കൂറുകൾക്കുള്ളിൽ ആ വീടിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ആ കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യമെന്തായിരുന്നു?
സംഭവം നടക്കുന്നത് പൂനെയിലെ അലണ്ടി പ്രദേശത്തെ ഒരു വീട്ടിലാണ്. സംഗീതയും മകളായ 6 വയസ്സുകാരിയും മാത്രമായിരുന്നു അലണ്ടിയിലെ ആ വീട്ടിൽ താമസിച്ചിരുന്നത്. സംഗീതയാകട്ടെ പതിവായി ജോലിക്ക് പോകുന്ന ഒരാളുമാണ്. അങ്ങനെ ജോലിക്ക് പോകുമ്പോഴൊക്കെ മകളെ അവർ ഏൽപ്പിക്കാറുള്ളത് അവരുടെ അയൽക്കാരിയായ 70-കാരിയായ മംഗള ഷിൻഡെയുടെ പക്കലായിരുന്നു. പതിവ് പോലെ തന്നെ മകളായ 6 വയസ്സുകാരി ധനശ്രീ കേദാരെ മംഗളയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ച് ജോലിക്ക് പോയതായിരുന്നു സംഗീത. പിറ്റേ ദിവസം രാവിലെ 8 മണിയോടെ ജോലി കഴിഞ്ഞ് മകളെ കൂട്ടിക്കൊണ്ടുപോകാനായി എത്തിയ സംഗീത കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന മംഗളയെയും ധനശ്രീയെയുമാണ്. ആ രാത്രിയിൽ എന്താകും ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവുക? സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ठाकर बस्ती जो एरिया है वहाँ पे एक मर्डर का इंसिडेंट हुआ है। उसमें हम वहाँ पे जाके जो इन्फॉर्मेशन मिली उसमें वहाँ के जो कंप्लेनर है उनका नाम है संगीता दत्तात्रेय केदारी, 48 ईयर ओल्ड, और एक हॉस्पिटल में हाउसकीपिंग का काम करते हैं। और उनके बच्चे की जो छोटी बेटी है 6 साल की धनश्री, और उनके बाजू में रहने वाले एक बुजुर्ग औरत है, उनका नाम है मंगल चंद्रकांत शिंदे, उम्र 70 साल। ये दोनों रूम में एक साथ सोए हुए थे और जो फिरियादी है हॉस्पिटल में काम करने के लिए गए थे और कोई अज्ञात इसम वहाँ पे आके उन्होंने उनको कोई हथियार से मार के उनका खून किया है। और सुबह जब फिरियादी काम से वापस आए तब उनको ये पता चला कि ये इंसिडेंट हुआ है। നടന്നത് ഒരു ക്രൂര കൊലപാതകം തന്നെ. ഇരുവരും ഉറങ്ങിക്കിടക്കുമ്പോൾ മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് തലക്കടിച്ചതാണ് മരണകാരണമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നിലവിൽ അലണ്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇരട്ട കൊലപാതകത്തിന് പിന്നിലെ ഉദ്ദേശം അന്വേഷിക്കുകയുമാണ്. ഒന്നുകിൽ ഈ ഇരട്ട കൊലപാതകത്തിന് പിന്നിലെ ഉദ്ദേശം എന്നത് മോഷണ ശ്രമമായിരുന്നിരിക്കാം, അതുമല്ലെങ്കിൽ കരുതി കൂട്ടി നടത്തിയ ഒരു കൊലപാതകമാകാം. അങ്ങനെയെങ്കിൽ ആരായിരുന്നു ആ കൊലപാതകികളുടെ യഥാർത്ഥ ലക്ഷ്യം എന്നതൊക്കെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. മരണപ്പെട്ട 2 പേരുടെയും ചരിത്രം പോലീസ് വിശദമായി തന്നെ പഠിക്കുമെന്നും പ്രതിയെ വൈകാതെ തന്നെ പിടികൂടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ പോകുന്നത് ജമ്മുവിലെ റംബാനിലേക്കാണ്. അവിടെ ഒരു 15-കാരി തൂങ്ങി മരിച്ചിരിക്കുന്നു. എന്നാൽ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നാണ്. എന്താകും ആ 15-കാരിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം? ജമ്മുകശ്മീരിലെ റംബാനിലെ ഹറോഗ് ഗ്രാമത്തിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഗ്രാമത്തിൽ കാലങ്ങളായി താമസിച്ചു വന്നിരുന്ന കുടുംബമായിരുന്നു ഈ 15-കാരിയുടേത്. ഇന്നലെയായിരുന്നു ഗ്രാമത്തിന് സമീപത്തുള്ള ഒരു മരത്തിൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഏറെ നേരമായിട്ടും വീട്ടിൽ പെൺകുട്ടിയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത്. അപ്പോഴും അവിടെ അവശേഷിക്കുന്ന സംശയം ഈ മരണം എന്തുകൊണ്ട്, എപ്പോൾ സംഭവിച്ചു എന്നുള്ള ചില ചോദ്യങ്ങളാണ്. പോലീസ് അതൊരു ആത്മഹത്യ എന്ന് പറഞ്ഞു വെക്കുമ്പോഴും പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതൊരു കൊലപാതകമാണെന്ന് ആവർത്തിച്ച് പറയുകയാണ്. എന്താകും അവർ ആ സംശയത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം? മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ. പെൺകുട്ടിക്ക് എവിടെ നിന്നെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്നോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ മരണത്തിന് പിന്നിലുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കുകയാണ് പോലീസ് ഇപ്പോൾ. ഇനി ആത്മഹത്യയാണെങ്കിൽ തന്നെ ആരുടെയെങ്കിലും പ്രേരണ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ റംബാൻ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഒരു സംഘം പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു 15-കാരിയായ പെൺകുട്ടി അവളുടെ മരണം കൊലപാതകമെന്ന് കുടുംബം തറപ്പിച്ച് പറയണമെങ്കിൽ അതിനു പിന്നിൽ തക്കതായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അതെന്താണ്? അവളുടെ മരണത്തിന് പിന്നിലെ കാരണക്കാരൻ ആരാണ്? ഇതൊക്കെ പോലീസ് എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സംഭവത്തിൽ പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.
20th അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.